മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു അലിഗേഷൻ അതുപോലെ ഇപ്പോൾ ഗാർഡിയൻ പത്രത്തിൽ UK നിന്ന് നടക്കുന്ന ഗാർഡിയൻ പത്രത്തിൽ പാക് ഇൻ്റലിജൻസ് കുറിച്ചൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന പല കളികൾക്കും ഒരിക്കലും റോയാണെന്നാണ് പറയുന്നത്. അത് ആദ്യം തുറന്നത് 2000 മുതലാണ് തുടങ്ങിയത്. 80ഓളം പേരുടെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ശത്രുക്കളെ വിവിധ രാജ്യങ്ങളിൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാനിലാണ് കൂടുതൽ. അപ്പോൾ ഈ വിവാദം അഭിമുഖം ഗാർഡിയനിൽ വന്നതിൻ്റെ തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തി വീട്ടിൽ കയറിയടിക്കും. ഇതാ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു ഈ ചോദ്യം ന്യൂസ് 18 ചാനലിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഭീകരതകാരിയാണോ പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ ഉപദ്രവിച്ചിട്ട് പാകിസ്ഥാനിൽ പോയാൽ അവിടെ ചെന്ന് കൊല്ലും എന്ന് അസന്നിഗ്ധമായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഉള്ള അലിഗേഷൻസിനെ റോ പല രാജ്യങ്ങളിൽ നമ്മൾ ശത്രുക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞത് പരോക്ഷമായി ശരിവെക്കുകയല്ലേ ഇന്ത്യ. ഇതൊക്കെ അങ്ങനെ കൂട്ടിക്കെട്ടി വാദിക്കാം എന്നുള്ളതല്ലാതെ അത് ശരിവെക്കലൊന്നുമല്ല. ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേറെ രാജ്യത്ത് പോയി കിടക്കാമെന്ന് വിചാരിക്കേണ്ട, അവിടെ പോയി ഞങ്ങൾ കൊല്ലും. ഇതാണ് രാജ്നാഥ് സിംഗിന്റെ പ്രശ്നം. ഇത് വെച്ചിട്ട് ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ മുഴുവൻ രാജ്നാഥ് സിംഗിന്റെ തലയിൽ വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു. കാനഡ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട്. ഈ ലോകരാജ്യങ്ങൾ പലതും പറയും. അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ അവർ പറയും, പത്രങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കും. അതുകൊണ്ടൊന്നും നമുക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാനിതിന് കുറ്റം പറയുകയില്ല. ഇത് പലരും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഞാനാണെന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണസഹിതം പറയുന്നുണ്ട്. എയർ ഇന്ത്യ ഹൈജാക്ക് കേസിലെ പ്രതിയായിരുന്ന സാഹിദ് അബൂദ് അദ്ദേഹത്തിന് അയാളെ കൊന്നു. എന്നിട്ട് കറാച്ചി വഴി അഫ്ഗാനിസ്ഥാനെത്തി അവിടെയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവരെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. മസൂദ് അസറിനെ പറ്റി ഒരു അക്ഷരമുണ്ടോ? ഇല്ല. മസൂദ് അസർ മരിച്ചുപോയി എന്ന് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു, മരിച്ചില്ല എന്നും പാകിസ്ഥാൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. മസൂദ് അസർ ഇപ്പോഴും ആർക്കും ഉറപ്പില്ല ജീവനോടെ കൊണ്ടുപോയില്ല. മസൂദ് അസർ നേരത്തെ തന്നെ നമ്മുടെ ബാലാക്കോട്ട് ആക്രമണത്തിൽ തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് മസൂദ് അസർ. ഇതുപോലെ ആർക്കാ എഴുതാൻ പാടില്ല? സോഴ്സസ് വി ഹാവ് റിലയബിൾ ഇൻഫർമേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങൾ പല കഥകളും ഉണ്ടാകും. അതുകൊണ്ട് അത് നുണയാണെന്നല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് അത് സത്യമാകാൻ പ്രയാസം. ഇതൊക്കെ കെട്ടുകഥകൾ ഇങ്ങനെ വളരെ വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞൊപ്പിക്കും. പക്ഷെ അല്ലാതെ ഒരുപാട് ചെയ്യുന്നുണ്ട് ആണ്. അതുകൊണ്ട് അത് ഇന്ത്യ ചെയ്തതാണ്. ആയിക്കൂടാതില്ലെന്നേ ഉള്ളൂ, ചെയ്തതാണെന്ന് വരില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ നമ്മളുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വൺ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക്. കാരണം ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, ഒബാമ ഭരിക്കുമ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു ഒബാമയ്ക്ക് ടെററിസ്റ്റ് ആണ് എന്ന് ഞങ്ങളുടെ ഒരു കമ്മിറ്റിക്ക് ബോധ്യം വന്നാൽ വെടിവെച്ച് കൊല്ലാൻ പറയാനാണ്. കാരണം ഇവരെ കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല. കോടതിക്ക് വേണ്ട തെളിവുകൾ അത് ഇത് സംശയത്തിന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് പെർമിഷൻ ടു കിൽ. ഞങ്ങളുടെ FBI-യുടെ ഒരു ടോപ്പ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് കൊല്ലും. ഒബാമ അത് പെർമിറ്റ് ചെയ്തില്ല, പക്ഷെ പെർമിഷൻ ഡിനൈ ചെയ്തില്ല. സോ ഞാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രിസ്യൂം ചെയ്യുന്നത് ഇത് പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ സൗദി റോസ്കാവയിൽ അഡ്മിറ്റ് ചെയ്തു. സൗദിയിൽ അവിടുത്തെ ഒരു രാജാവ് അതിങ്ങനെ ചോദിച്ച് ദേഷ്യം വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞു, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? ഐ കിൽ മൈ എനിമി വിച്ച് ഓർ ബി ദ കൺട്രി. അങ്ങനെ എന്തോ ഒരു ആ അർത്ഥത്തിൽ പറഞ്ഞു. സൗദി അറേബ്യ പോയി തൊടുകയാണ്. കാരണം മനുഷ്യന് ഇവിടെ ഈ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ കുറേ അധികം അക്രമപ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ എന്താ വലിയ തത്വ ന്യായമൊക്കെ പറയുമല്ലോ,
ബുദ്ധൻ, മഹാത്മാഗാന്ധി, ഇതൊന്നും നമ്മളുടെ അതിർത്തികളിലോ രാജ്യസുരക്ഷയിലോ ബാധകമല്ല. അവരൊക്കെ പറഞ്ഞത് അബ്സല്യൂട്ട് തത്വങ്ങളാണ്. ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ലാതെ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ